AICCയുടെ നിരീക്ഷണം അനുസരിച്ച് ഈ എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇഞ്ചോടിഞ്ച് പ്രതീതിയിലേക്ക് അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നിരിക്കുന്നതെങ്കിൽ UDF അധികാരത്തിലെത്തില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ എല്ലാം പ്രതിഫലിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക്, അതായത് ഇവിടെ ഒരു സൈലന്റ് വേവ് ഉണ്ടായിട്ടുണ്ട്. ആ സൈലന്റ് വേവ് UDFന് അനുകൂലമായി അത് ഒരു പിണറായി വിരുദ്ധതയായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് AICC നേതൃത്വം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു വന്നിരുന്ന 81 സീറ്റിനും 85 സീറ്റിനും ഇടയിൽ ലഭിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന കണക്ക് ഒരുപക്ഷെ 100നും മുകളിലേക്ക് പോയേക്കാമെന്ന അവസാനഘട്ട വിലയിരുത്തലുകളിൽ അത്തരമൊരു കണക്കുകളിലേക്കാണ് UDF ക്യാമ്പ് എത്തുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എടുത്തു പറയുന്നത്. അതിൽ ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്തേക്ക് ഒരു പിണറായി വിരുദ്ധത ഉണ്ടായി എന്ന ഒരു പൊതു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാളയത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പാർട്ടിയിൽ ഒരു റിഫർമേഷൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. രണ്ടാമത്തെ കാരണം, ഈ 5 ഇന്ദിര ഗ്യാരണ്ടി പ്രോഗ്രാമുകൾ രാഹുൽ ഗാന്ധി തലസ്ഥാനത്തെത്തി പ്രഖ്യാപിച്ചിരുന്നു. അത് സ്ത്രീകൾക്കിടയിലടക്കം, അതായത് KSRTC ബസ്സിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള വലിയ തരത്തിലുള്ള ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ, അതിന് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന 90ന് മുകളിലേക്ക് തന്നെ UDFന്റെ ജയം എത്തുമെന്ന അവസാന പ്രതീക്ഷകളിലേക്ക് UDF ക്യാമ്പ് എത്തുന്നത്. അതോടൊപ്പം ഈ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഏകീകരണം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ഒരു റിവേഴ്സ് സ്വീപ്പ് ഉണ്ടായിരിക്കുന്നു UDFന് അനുകൂലമായി. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്ന FCRA നിയമ ഭേദഗതി അടക്കം വലിയ തരത്തിൽ ക്രൈസ്തവ സഭകൾക്കിടയിൽ ആശങ്കയായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയോട് ഒരു അനുഭാവം പുലർത്തിയിരുന്ന ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗം പരസ്യമായി ആ നിലപാട് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കയാണ്. അതടക്കം UDFന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അങ്ങനെ ഈ അസംഘടിത വിഭാഗങ്ങളെ, ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട അസംഘടിത വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF ക്യാമ്പിനോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും UDFനുണ്ട്. അങ്ങനെ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ട് എണ്ണി തീരുമ്പോൾ തന്നെ ഒരു നിശ്ചിതമായ മാർജിനിലേക്ക് എത്താൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ ഭൂരിപക്ഷം കൂട്ടുന്ന സീറ്റുകളായിരിക്കും എന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പുള്ളത്.